ഇറങ്ങിപ്പോകും, പിന്നെ കുറച്ച് നേരം അവിടെ കിടക്കും. അങ്ങനെ ന്യൂറോയെ കാണിച്ചു, എല്ലായിടത്തുനിന്നും ഓക്കെ, ക്ലിയർ, ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ കുറേ കാലം ഫിറ്റ്സിൻ്റെ മെഡിസിൻ, ഒരു 2-2.5 മാസത്തോളം ഫിറ്റ്സിൻ്റെ മെഡിസിൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ ആ ഒരു കാണിക്കുന്ന ഒരു 2 ദിവസം മുമ്പ് വീണ്ടും പോയി ECG ഒക്കെ എടുത്ത് എല്ലാം നോർമലായിട്ടിരുന്നതായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് രാവിലെ വെളുപ്പിന് 3 മണിക്ക് ആൾ ബോധം കെട്ടുപോയി. വീണ്ടും ഒന്ന് അതിൽ നിന്ന് ഉണർന്ന് വന്നപ്പോഴേക്കും വീണ്ടും ഒരു 6 മണിയായപ്പോൾ വീണ്ടും ബോധമില്ലാതായി. അങ്ങനെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് 30-35 ആ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. പിറ്റേ ദിവസം തന്നെ പേസ് മേക്കർ പിടിപ്പിച്ചു. ഇതിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാകുന്നത് ആ ഒരു 2-2.5 മാസത്തോളം ഈ ഒരു ലക്ഷണവുമായിട്ട് നടന്നിട്ടും പെട്ടെന്ന് ഹാർട്ടിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മേനോട് പറയും, അമ്മ 2 മാസത്തോളം മാതാവ് കയ്യിലാണ് പിടിച്ചുകൊണ്ടിരുന്നത്, ഈശോ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്നത്. കാരണം അതിനിടയിൽ ഒരു 10-20 പ്രാവശ്യം ഇതുപോലെ ഫെയിൻറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. 45 ഹാർട്ട് ബീറ്റ് എത്തുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമില്ല, 40 താഴെ ആയാൽ മതി, 45 ഉണ്ടല്ലോ. അങ്ങനെ എന്നിട്ട് ഈ സെഡേഷൻ ഉണ്ടാകാനുള്ള ഫിറ്റ്സിൻ്റെ മരുന്നും കഴിച്ചിട്ട് 2.5 മാസം നിന്നപ്പോൾ അത് ദൈവികമായ ഒരു സംരക്ഷണത്തിലാണ് ആ ജീവൻ നിലനിർത്തിയതെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്.